സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ടി വരുമായിരുന്നുവെന്ന് DGP ജേക്കബ് തോമസ്. EP ജയരാജന്റെ രാജിയാണോ പിണറായി സർക്കാരിന് അനഭിമതനാക്കിയത് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ജേക്കബ് തോമസ്. Zero tolerance to corruption, which is visible and felt by everyone. വെറും സീറോ ടോളറൻസ് അല്ല, അത് മനുഷ്യർക്ക് കാണാൻ പറ്റണം ഇവിടെ അഴിമതി ഇല്ല എന്നുള്ളത്. നമ്മളൊരു സാധാരണ വില്ലേജ് ഓഫീസിൽ ചെന്നാലോ, പോലീസ് സ്റ്റേഷനിൽ ചെന്നാലോ, പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാലോ, മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്നാലോ, റേഷൻ കടയിൽ പോയാലോ അഴിമതി ഇല്ല എന്ന് നമുക്ക് കണ്ടു ബോധിക്കണം. അതാണ് ആ നയം. അത് 2016 പ്രഖ്യാപിച്ചതാണ്. ആ നയം പ്രഖ്യാപിച്ചതിന് ശേഷം നയം പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയും ബാക്കി ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു. ഞാനൊരു 3 മാസം കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ 2 മന്ത്രിമാരും കൂടെ രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. തന്റെ രാജി പരിഗണിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. രാജി അംഗീകരിക്കാതിരിക്കാനാകില്ല. കാലതാമസമുണ്ടാക്കിയാൽ അതാരാണെന്നും എന്തിനെന്നും ജനങ്ങൾ മനസ്സിലാക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ തന്റെ നിലപാടുകളോട് യോജിക്കുന്നവർ മത്സരിക്കുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, താൻ സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ രാജിവെക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. ഇത് സർക്കാരിനെതിരെയുള്ള ഒളിയമ്പാണ്. ആരെയൊക്കെയാണ് ജേക്കബ് തോമസ് ലക്ഷ്യമിട്ടത്? തീർച്ചയായും 2020 പിന്തുണയോടുകൂടി ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ജേക്കബ് തോമസ്. ഈ ഘട്ടത്തിലാണ് ന്യൂസ് 18 അദ്ദേഹം സംസാരിച്ചത്. ഈ അഭിമുഖ സംഭാഷണത്തിലാണ് അദ്ദേഹം വ്യക്തമായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. താൻ 3 മാസം കൂടി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ കൂടി LDF മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് തനിക്ക് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. തൻ്റെ 2 മന്ത്രിമാർ കൂടി അഴിമതി കേസിൽ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ എന്നും അദ്ദേഹം പറയുന്നു. അത് അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താൻ ആരംഭിച്ചിരുന്നു വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ. അത് അറിയാവുന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് തനിക്കെതിരെ നടപടി ഉണ്ടായത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. EP ജയരാജൻ മന്ത്രിസ്ഥാനത്ത് നിന്നും ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതാണോ പിണറായി സർക്കാരിന്, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായിക്ക് അനഭിതനായത് എന്ന ചോദ്യത്തോടാണ് മുൻ DGP കൂടിയായിട്ടുള്ള മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ഒപ്പം തന്നെ സർവീസിൽ നിന്നും VRS നൽകിക്കൊണ്ട് വിരമിക്കൽ അപേക്ഷ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഏപ്രിൽ 1 തീയതി മുതലാണ് താൻ അവധിയിൽ പ്രവേശിക്കുന്നത്. അന്ന് മുതൽ അവധിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കും സർക്കാർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുകയാണ് എങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അത് എന്തിനാണ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം സമാന ചിന്താഗതിയുള്ള ആളുകളുമായി യോജിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൻ്റെ നിലപാടുകളോട് യോജിക്കുന്ന അഴിമതി വിരുദ്ധ, ജനക്ഷേമ, പ്രകൃതി സൗഹൃദ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ആളുകളുമായി നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരത്തിനിറങ്ങും എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹം മത്സരത്തിനിറങ്ങും എന്ന സൂചനയാണ് ഈ അഭിമുഖത്തിൽ നൽകുന്നത്. എന്ത് നടപടി നേരിടാനും തയ്യാറാണ്, പക്ഷേ താൻ മത്സര രംഗത്തുണ്ടാകും എന്ന സൂചന നൽകുന്നു. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ശൈലി പിന്തുടരുന്ന ഒരുപാട് പേർ മത്സരിക്കുമെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമോ മറ്റോ അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ടോ? രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചല്ല, നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന രീതി, രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയും രീതിയുമായിരിക്കും തൻ്റെ നിലപാടുകൾക്കും തൻ്റെ പ്രവർത്തനങ്ങൾക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏറെ പേപ്പറുകൾ നഷ്ടപ്പെടുത്തി പോസ്റ്റർ പ്രചരണം, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തുള്ള പ്രചരണ പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കും. ഫ്ലക്സ് അടക്കമുള്ള പ്രചരണ രീതികൾ തനിക്ക് ഉണ്ടാകില്ല എന്നടക്കം അദ്ദേഹം പറയുന്നു. മറ്റ് പ്രചരണ രീതികൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല അവബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. വിശേഷിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള നിരവധിയായ വോട്ടർമാരുണ്ട്. ഇവരെല്ലാം തനിക്ക് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട്, തനിക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുമെന്ന വിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതായാലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും. താൻ സർവീസിലിരിക്കെ
നിരവധിയായ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അടക്കമുള്ള പ്രചരണങ്ങൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ടി വരുമായിരുന്നു എന്ന DGP ജേക്കബ് തോമസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് സർക്കാരിനെതിരെയുള്ള ഒളിയമ്പാണ്. ഒപ്പം തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നുകൂടി ഉറപ്പിക്കുന്നു. തന്റെ രാജി പരിഗണിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ജേക്കബ് തോമസ് മനസ്സ് തുറന്നത്. അപ്പോൾ 30 വർഷം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് പീരീഡ് കഴിഞ്ഞു. ഇനിയും 30 വർഷം കഴിഞ്ഞും ഇദ്ദേഹം ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തോ ദുരുദ്ദേശമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാർച്ച് 31-ാം തീയതി എനിക്ക് 60 വയസ്സ് തികഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷനുണ്ട്, അന്വേഷണമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം 60 വയസ്സായാലും റിട്ടയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് തീരുമാനമെടുക്കാൻ പറ്റുമോ? പക്ഷേ അച്ചടക്ക നടപടി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അച്ചടക്ക നടപടി പൂർത്തിയാകാത്തത് കൊണ്ട് ഇയാളുടെ വിരമിക്കൽ തീയതി നീട്ടുമോ? കരുത്തനായ, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, അവരുടെ കൂടെ 5 വർഷവും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള, അവർക്ക് വേണ്ടി കുറേ ത്യാഗങ്ങൾ സഹിച്ച് സസ്പെൻഷൻ വരെ വാങ്ങിച്ച ഒരു വ്യക്തി അവരുടെ പ്രതിനിധിയാകാൻ ആരെങ്കിലും സമ്മതിക്കുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 4 ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടോ എന്ന് അപ്പം നമുക്ക് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ SNDP ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് തുഷാറിനോട് വെള്ളാപ്പള്ളി നടേശൻ. SNDP ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വെള്ളാപ്പള്ളി നിലപാട് വ്യക്തമാക്കിയത്. BDJS സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 5 സീറ്റുകളാണ് BDJSിലുള്ളത്. അതിൽ 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തൃശ്ശൂരും വയനാടുമാണ് ഇനി അവശേഷിക്കുന്ന സീറ്റുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂർ മത്സരിക്കുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. വയനാട് സീറ്റ് ഒഴിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാനെത്തിയാൽ അത് BJPയുമായി വെച്ചുമാറുന്ന ഒരു ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സീറ്റ് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം SNDPയിൽ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തുഷാർ SNDP വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം മാത്രമേ മത്സരിക്കാവൂമെന്ന നിലപാടിൽ വെള്ളാപ്പള്ളി നടേശൻ ഉറച്ചു നിൽക്കുന്നു. അതേസമയം രാജിവെക്കാതെ തന്നെ വ്യക്തതക്കുറവുണ്ട്. VV വിനോദാണ് വിവരങ്ങൾ നൽകി. BDJS വിടാൻ വൈസ് പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാടിന്റെ തീരുമാനം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് തീരുമാനത്തിന് പിന്നിൽ. ഇത്തവണ അക്കീരമണിനെ BDJS മത്സരിക്കാൻ പരിഗണിച്ചിരുന്നില്ല. യോഗക്ഷേമ സഭ മുൻ സംസ്ഥാന പ്രസിഡന്റായ അക്കീരമൺ 3 മാസമായി BDJSന്റെ സജീവ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല. പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് നിസ്സഹകരണത്തിലേക്ക് നയിച്ചത്. ഹൈന്ദവ ഐക്യത്തിനുള്ള നടപടികൾ പാർട്ടിയിലില്ലെന്ന് അക്കീരമൺ ആരോപിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BDJS പ്രസ്ഥാനവുമായി വളരെ അടുത്ത് നിന്ന വ്യക്തിയാണ്. ആ നിലപാടുകൾ ഉറച്ചു നിൽക്കണം എന്നുള്ള ആശയമുണ്ട്. അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ മുന്നണി അതിന്റെ കാഴ്ചപ്പാടുകൾ നമുക്കൊരിക്കലും അതിനകത്തൊന്നും നമ്മൾ പിന്മാറ്റമൊന്നുമില്ല. അതിനകത്തൊന്നും പാർട്ടി വിടുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ രാജി നൽകിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS 5 സീറ്റുകൾ ലഭിച്ചിട്ടും അക്കീരമണിനെ പരിഗണിക്കാത്തതും പാർട്ടി വിടാൻ കാരണമെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ 31,439 വോട്ട് നേടിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ചൂഴാൽ നിർമ്മലിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെയാണ് അക്കീരമണും BDJS വിടുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഇന്ന് തീരുമാനമെടുത്തേക്കും. വയനാടും കർണാടകത്തിലെ ഒരു മണ്ഡലവും പരിഗണനയിലുണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുൽ തീരുമാനത്തിലെത്തിയാൽ വടകരയിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകാത്തതാണ് അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണം. പ്രഖ്യാപനം നീളുന്നതിൽ അതൃപ്തി ശക്തമാകുകയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുകയും ചെയ്തതിനാൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. ഡൽഹിയിലുള്ള രാഹുൽ നേതാക്കളിൽ നിന്നും വിവരങ്ങൾ ആരായുന്നുണ്ട്. 2ാം മണ്ഡലത്തിൽ മത്സരിക്കണമോ, മത്സരിക്കുന്നെങ്കിൽ എവിടെ എന്നീ ചോദ്യങ്ങളാണ് രാഹുലിന് മുന്നിൽ. 2ാം മണ്ഡല ആവശ്യവുമായി മുന്നിലുള്ളത് കേരളവും കർണാടകയുമാണ്. കർണാടകയിലെ റായ്ചൂരും ചിക്കോടിയുമാണ് ഉയർന്നു കേൾക്കുന്ന മണ്ഡലങ്ങൾ. BJPക്ക് സ്വാധീനമുള്ള വടക്കൻ കർണാടകയിൽ കോൺഗ്രസിന് 3 സിറ്റിംഗ് സീറ്റാണുള്ളത്. ഇവിടെ രാഹുൽ മത്സരിച്ചാൽ BJPക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള നേതാക്കളുടെ വാദം. എന്നാൽ അമേഠിയിൽ ആശങ്ക ഉള്ളതിനാൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടൽ ഇല്ലാത്ത മണ്ഡലമായ വയനാട് തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് കേരള നേതാക്കളും പറയുന്നു. നേരത്തെ സോണിയാഗാന്ധി ബല്ലാരിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതുപോലെ അവസാന ദിവസം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും
തള്ളിക്കളയാനാകില്ല. വടകരയിൽ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണെന്നും പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക വേണ്ടെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 ഡൽഹി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണമെന്ന ആവശ്യവുമായി വയനാട് കോൺഗ്രസ് നേതൃത്വം. ഇതുവരെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലാണ് ജില്ലയിൽ UDF പ്രചാരണം തുടരുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ വാർത്തകൾ വഴി വയനാട് ദേശീയ ശ്രദ്ധ നേടിയതിന്റെ ആവേശത്തിലാണ് മണ്ഡലത്തിലെ UDF നേതാക്കൾ. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ UDFൽ ആശങ്കയുണ്ട്. വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുമില്ല. രാഹുൽജി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്നാൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വയനാട്ടിൽ താൻ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിൽ വന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് T സിദ്ദിഖ് വ്യക്തമാക്കി. ആ പത്രത്തിൽ പറയും ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കുമെന്ന് വരെ പറഞ്ഞിരിക്കുക. ഞാൻ സംസാരിച്ചില്ല, അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ധാരണയായില്ലെങ്കിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും UDF കൺവെൻഷനുകൾ പൂർത്തിയായി. മനു ഭരത്, ന്യൂസ് 18 വയനാട്. വിജയക്കുതിപ്പിൽ ഇന്ത്യ. ഉപഗ്രഹങ്ങളെ വരെ തകർക്കാനുള്ള മിസൈൽ പരീക്ഷിച്ച് ഇന്ത്യ ബഹിരാകാശ സൂപ്പർ ലീഗിൽ. ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഉപഗ്രഹത്തെ മിസൈൽ കൊണ്ട് തകർത്ത് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചു. ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ശത്രുരാജ്യം ഇന്ത്യയെ നിരീക്ഷിക്കുന്നെന്ന് തോന്നിയാൽ നിമിഷനേരം കൊണ്ട് ആ ഉപഗ്രഹത്തെ തകർക്കാൻ കഴിയുന്നതാണ് മിഷൻ ശക്തി മിസൈൽ സംവിധാനം. ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഉപഗ്രഹത്തെ തകർത്താണ് ഇന്ത്യ നേട്ടം കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. अंतरिक्ष में 300 किलोमीटर दूर में एक लाइव सैटेलाइट को मार गिराया है. ചൈന, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സംവിധാനമുള്ളത്. भारत चौथा देश है जिसने आज यह सिद्धि प्राप्त की है. നീണ്ട വർഷങ്ങളുടെ ഗവേഷണ ഫലമായാണ് ശാസ്ത്രജ്ഞർ ഇത് വികസിപ്പിച്ചെടുത്തത്. പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും മിഷൻ ശക്തി ഉപയോഗിക്കുകയെന്നും പ്രധാനമന്ത്രി. भारत की सुरक्षा की दृष्टि से और भारत की विकास यात्रा की दृष्टि से देश को एक नई मजबूती देगा. ബഹിരാകാശ ഗവേഷണ രംഗത്തും സൈനിക ശക്തിയിലും ഒരുപോലെയുള്ള കുതിച്ചുചാട്ടമാണ് മിഷൻ ശക്തി എന്നാണ് വിലയിരുത്തൽ. 3 മിനിറ്റ് കൊണ്ടാണ് ദൗത്യം പൂർത്തിയാക്കിയത്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി. അതേസമയം മിഷൻ ശക്തി പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. DRDOയിലെ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് ലോക നാടക ദിനാശംസകൾ നേർന്നു. നെഹ്റുവിന്റെയും ഹോമി ബാബയുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ബഹിരാകാശ രംഗത്ത് രാജ്യത്തിന്റെ ചരിത്ര നേട്ടമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. മിഷൻ ശക്തി ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ മികച്ച നേട്ടമെന്ന് ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ. ബഹിരാകാശ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി ഇന്ത്യ കൈവരിച്ചതായും മാധവൻ നായർ പറഞ്ഞു. This is a tremendous achievement, I will say. The basic technology has been in our possession for quite some time. We could have done way back as when the Chinese did also. But then we were hesitating whether we should do this at all. But this is a very innovative solution of having a satellite in low Earth orbit and demonstrating recovery. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച മിനിമം വരുമാന പദ്ധതിയായ നായ്ക്കെതിരായ BJPയുടെ വിമർശനങ്ങൾ തള്ളി കോൺഗ്രസ്. വിദഗ്ധരുമായി പ്രായോഗിക വശങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരം പറഞ്ഞു. വിവിധ ഘട്ടങ്ങളായി ന്യായ് പദ്ധതി നടപ്പാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 25 കോടി ആളുകൾക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്നതിൽ സംശയം വേണ്ടെന്നും ചിദംബരം ചെന്നൈയിൽ പറഞ്ഞു. ഗോവ ഉപമുഖ്യമന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കി മുഖ്യമന്ത്രി പ്രവീൺ സാവന്ത്. 3 അംഗങ്ങളുള്ള മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയിലെ 2 അംഗങ്ങൾ BJPയിൽ ചേർന്നതോടെയാണ് അതേ പാർട്ടിക്കാരനായ ഉപമുഖ്യമന്ത്രി സുധിൻ ധവാലിക്കറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. 2 MLA മാർ BJPയിൽ ചേർന്നതായുള്ള കത്ത് സ്പീക്കർക്ക് കൈമാറിയപ്പോൾ
സുധീൻ ദവാൽക്കർ മാത്രം പാർട്ടിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിലവിൽ ബിജെപിയുടെ ഘടകകക്ഷിയാണ് MGP. 2 MLA-മാർ ബിജെപിയിൽ ചേർന്നതോടെ 36 അംഗ നിയമസഭയിൽ പാർട്ടിയുടെ അംഗബലം 14ആയി. 3 അംഗങ്ങളുള്ള ഗോവ ഫോർവേഡ് പാർട്ടിയുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണയും ബിജെപിക്കുണ്ട്. വെന്തുരുക്കി കേരളം. സംസ്ഥാനത്ത് ഇതുവരെ 200-ലേറെ പേർക്ക് സൂര്യാതപമേറ്റെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ചൂട് നേരിടുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ DMO-മാർക്കും ഡോക്ടർമാർക്കും നൽകി. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും ആരോഗ്യമന്ത്രി. അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ 200-നടുത്ത ആളുകൾക്ക് സൂര്യാതപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് സൂര്യാഘാതം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് വർദ്ധിച്ചു വരുമ്പോൾ ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ അത് പ്രത്യേകിച്ച് ആലോചനാ യോഗം ചേരുകയും അതിൻ്റെ ഭാഗമായി എല്ലാ DMO-മാർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. DMO-മാർ ഓരോ ഹോസ്പിറ്റലിലെയും മെഡിക്കൽ ഓഫീസർമാരെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്ന ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്താൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, അമിതമായി ചൂട് ഉയരുന്ന സാഹചര്യം, നിരവധി പേർക്ക് സൂര്യാതപമേൽക്കുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് അധികൃതർ കാണുന്നത്? എന്തൊക്കെയാണ് ഈ യോഗത്തിന്റെ അജണ്ട? പ്രധാന അജണ്ട സൂര്യതാപത്തിൽ 4 പേർ മരിച്ചു എന്നുള്ളൊരു സംശയം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ സൂര്യാതപമേറ്റ മരിച്ചവർ ഉണ്ടെങ്കിൽ അവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം എങ്ങനെ വിതരണം ചെയ്യും എന്നതടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. നേരത്തെ തന്നെ വരൾച്ച മുൻകരുതൽ നടപടിയായി ജനകീയ സർക്കിൾ രൂപീകരിക്കുകയും അവയ്ക്ക് ജില്ലാ കളക്ടർക്ക് പൂർണ്ണ ചുമതല നൽകി അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അത്തരത്തിൽ ജനകീയ സമിതികളുടെ പ്രവർത്തനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും വിലയിരുത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ വീഡിയോ കോൺഫറൻസ് വഴി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രേണുക. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാർഷിക വായ്പകൾക്കുള്ള മൊറട്ടോറിയം കാലാവധി നീട്ടുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതര വീഴ്ചയിൽ സർക്കാരിന് അതൃപ്തി. ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയൽ മടക്കിയതോടെ മൊറട്ടോറിയം ഉത്തരവ് വൈകുമെന്നുറപ്പായി. കർഷകരെ സർക്കാർ വഞ്ചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നാം ഓരോ ഫയലിനെയും സമീപിക്കുന്നത് ആ ഫയലിനകത്ത് ജീവിതമാണുള്ളത് എന്ന ബോധത്തോടെയായിരിക്കണം. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണിത്. എന്നാൽ 3.5 വർഷം കഴിയുമ്പോഴും ഫയൽ നീക്കം ഒച്ചിഴയും വേഗത്തിലുന്നതിന് വേറെ തെളിവ് വേണ്ട. സർക്കാരിന്റെ നയപരമായ തീരുമാനം, കർഷക ആത്മഹത്യ തടയാനും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുമുള്ള പ്രഖ്യാപനം, കർഷകരുടെ എല്ലാ കടങ്ങൾക്കും മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭ ധൃതി പിടിച്ച് തീരുമാനമെടുക്കാൻ കാരണം അതായിരുന്നു. എന്നാൽ ഈ ഫയൽ നീക്കവും പതിവ് പോലെ. ഉത്തരവിറക്കാൻ വൈകിയതിന് ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി ശാസിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ വിമർശിച്ചു, തെറ്റുതിരുത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ടും ഫലമില്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെ അയച്ച ഫയൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരിച്ചയച്ചു. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് മന്ത്രിസഭയിലെ ഭൂരിഭാഗം മന്ത്രിമാരും. ഒന്നും ചെയ്യാനില്ലെന്നും ഉദ്യോഗസ്ഥർ തന്നെ വേണ്ടത് ചെയ്യട്ടെ എന്നുമായിരുന്നു നിസ്സഹായത വ്യക്തമാക്കി ഒരു മന്ത്രിയുടെ പ്രതികരണം. കർഷകരെ സർക്കാർ വഞ്ചിച്ചെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്, സർക്കാരിൻ്റെ പ്രവർത്തനക്ഷമതയില്ലായ്മയാണ് ഒരിക്കൽ കൂടി കേരളത്തിലെ കർഷകരെ ഗവൺമെന്റ് വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉത്തരവിറങ്ങാൻ സാധ്യതയുള്ളൂ. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC-യിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെത്തി സമരത്തിന് നോട്ടീസ് നൽകി. തീയതി പിന്നീട് തീരുമാനിക്കും. ഒത്തുതീർപ്പ് വ്യവസ്ഥ മാനേജ്മെന്റ് അട്ടിമറിച്ചെന്ന് എംപാനൽ കൂട്ടായ്മ ആരോപിച്ചു. തീരുമാനമുണ്ടായില്ലെങ്കിൽ എംപാനൽ ജീവനക്കാരുടെ കുടുംബങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും ജീവനക്കാരുടെ പ്രതിനിധി M. ദിനേശ് ബാബു വ്യക്തമാക്കി. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ബോളിവുഡ് താരം ഊർമിള മതോൻകർ കോൺഗ്രസിൽ ചേർന്നു. രാഹുൽ ഗാന്ധിയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. മുംബൈ നോർത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന കാലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഹുലിനെ പോലെയുള്ള നേതാവിനെയാണ് രാജ്യത്തിന് ആവശ്യമെന്ന് ഊർമിള പറഞ്ഞു. സമത്വത്തിലൂന്നിയുള്ള പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിലേക്ക് തന്നെ ആകർഷിച്ചതെന്നും ഊർമിള വ്യക്തമാക്കി. कांग्रेस के अध्यक्ष माननीय श्री राहुल गांधी जी का
कि उन्होंने मुझे इतना वार्म वेलकम दिया आज के इस दिन पर। आप सबका आभार प्रकट करना चाहती हूँ कि आज आप मेरे सामने कहीं ना कहीं मुझे इनकरेज करने के लिए यहाँ आए हैं, ऐसा मैं समझती हूँ। आज मेरे लिए महत्वपूर्ण दिन है क्योंकि मैं आज सक्रिय राजनीति में अपना पहला कदम रखने जा रही हूँ। सक्रिय राजनीति कहने का वजह ये है क्योंकि मैं एक ऐसे परिवार से हूँ जिस परिवार में मेरे बचपन से थिंकिंग जो है, मेरी सोच, मेरी समझ परम पूज्य महात्मा गांधी जी, पंडित जवाहरलाल नेहरू जी, सरदार वल्लभ भाई पटेल, इन लोगों के विचारों पे टिकी हुई है, बनी हुई है। मेरी पूरी पर्सनैलिटी, थिंकिंग, ये सारी इनके ख्यालों पे निर्भर है। അമ്മയ്ക്കും സഹോദരനും വോട്ടുറപ്പിക്കാനായി പ്രിയങ്ക ഗാന്ധിയുടെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ പര്യടനം തുടങ്ങി. 2 ദിവസത്തെ പര്യടനത്തിനാണ് പ്രിയങ്ക തുടക്കമിട്ടത്. പ്രിയങ്ക ചുമതല വഹിക്കുന്ന കിഴക്കൻ യുപിയിൽ ഉൾപ്പെട്ടതാണ് 2 മണ്ഡലങ്ങളും. അമേഠിയിലെത്തിയ പ്രിയങ്കയ്ക്ക് പ്രവർത്തകർ വൻ വരവേൽപ്പ് നൽകി. പൊതുസമ്മേളനത്തിലും പ്രിയങ്ക പങ്കെടുക്കും. അമേഠിക്ക് ശേഷം റായ്ബറേലിയിൽ പര്യടനം നടത്തുന്ന പ്രിയങ്ക ഗാന്ധി മറ്റന്നാൾ അയോധ്യയിലേക്ക് തിരിക്കും. സിറ്റിംഗ് എംഎൽഎമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സിറ്റിംഗ് എംഎൽഎമാർക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. സിറ്റിംഗ് എംഎൽഎ മരിച്ചാലോ അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ താഴെ വീണാലോ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ പണം ആരിൽ നിന്ന് ഈടാക്കുമെന്ന് കോടതി ഹർജിക്കാരനോട് ചോദിച്ചു. ഹർജി ദുരുദ്ദേശപരമെന്നും കോടതി നിരീക്ഷിച്ചു.